ചോരത്തോളം ജ്യൂസിനകത്ത് നീ എടുത്ത വീഡിയോ കിടക്കട്ടളിയാ എന്റെ മോൻ കാണിക്കണ. ഗൈസ്, അങ്ങനെ നമ്മളെ മുടിയൻ മച്ചാൻ ഇൻട്രോ പറയണമെന്ന് ഭയങ്കര ആഗ്രഹം. അതുകൊണ്ട് മുടിയൻ മച്ചാൻ്റെ ഏൽപ്പിക്കുകയാണ്. മച്ചാനെ ഇൻട്രോ പറഞ്ഞോ. ഹലോ മച്ചന്മാരെ, ഇന്ന് നമ്മളെ പുതിയ വ്ളോഗ് എടുക്കുകയാണ്. നമ്മളിത് അവിടെ ആയിരവല്ലി പാറയിലാണ് നിൽക്കുന്നത്. നീ കൊള ആക്കോടെ അവൻ കൊളാക്കി കൈ തന്നു ഗൈസ്. ഞാൻ ഒന്നുകൂടെ പറഞ്ഞാണ് വാ. ഹലോ മച്ചന്മാരെ, ഇത് നമ്മളെ ചങ്കാണ്. ഇവനെ അറിയാലോ, എന്നെ അറിഞ്ഞോണ്ടെങ്കിലും ഈ ചങ്കർക്കിനെ അറിയാലോ. ഇതാണോ നിന്റെ ഇൻട്രോ? ഇങ്ങനെയൊക്കെ ഇത് നമ്മളെ ഒരു ബ്യൂട്ടിഫുൾ പ്ലേസ് ആണ്. കാണിച്ചു കൊടുക്കുക. അത് വിട്, നിന്റെ ഇൻട്രോ ഇല്ലെങ്കിലും വേണ്ട. ഗൈസ്, നമ്മളിപ്പോൾ നിൽക്കുന്നത് അയിരവല്ലി പാറയിലാണ്. അയിരവല്ലി പാറ എന്നൊക്കെ പറയുമ്പോൾ ആദ്യം എല്ലാവരുടെയും മനസ്സിൽ വരുന്നത് കൊട്ടാരക്കര അയിരവല്ലി പാറയാണ്. പക്ഷേ നമ്മളിപ്പോൾ നിൽക്കുന്നത് നഗരൂർ അയിരവല്ലി പാറയാണ്. ഒരുപാട് കയറി തളർന്ന് താഴെ നിന്ന് ഇൻട്രോ അടിക്കാൻ പറ്റിയില്ല. മുകളിലെത്തിയിട്ട് നല്ലൊരു വ്യൂ കിട്ടുമ്പോൾ ഇൻട്രോ എടുക്കാമെന്നുള്ളൊരു പ്ലാനിൽ വന്നതാണ്. ഇപ്പോൾ കാണുമ്പോൾ അറിയാം അത്യാവശ്യം നല്ലൊരു വ്യൂ ആണ്. ബാക്ക്ഗ്രൗണ്ടൊക്കെ കണ്ട. നമ്മളിനി കാണുന്ന ഇത് മൊത്തം കംപ്ലീറ്റ് നടന്ന് കയറാറുണ്ട്. പിന്നെ നമ്മൾ ഈ വരുന്ന വഴിയെന്ന് പറയുന്നത് വളരെ നല്ലൊരു ഓഫ് റോഡാണ്. ഞാൻ ജസ്റ്റ് ട്രാക്ക് ഒന്ന് കാണിച്ചു തരാം. കണ്ട, ഇപ്പോൾ ഓഫ് റോഡ് പ്രാക്ടീസ് ചെയ്യാൻ വരുന്നവർക്കൊക്കെ ഇവിടെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും കിട്ടുന്നത്. നമുക്കെന്തായാലും ബൈക്ക് ഓടിച്ചതിലേക്ക് കയറി പോകാൻ പറ്റിയില്ല. കാരണം വൈകുന്നേരം ആയതുകൊണ്ട് അവരെ അടച്ചിട്ടേക്കുന്നു. അയ്യോ തളർന്ന്. രാജമലയാളിയും വെള്ളം എടുത്തത് നന്നായി, ഇല്ലെങ്കിൽ അട്ടപ്പളവിയനെ. എനിക്ക് തോന്നുന്നു ഇവിടെ എന്തോ ഒരു കുളം പോലെ എന്തോ ഉണ്ടെന്ന് തോന്നുന്നു. ഇത്രയും വലിയ ഹൈറ്റിലാണ് കാണുന്നത്. ഈ ട്രാക്ക് കണ്ട, ഇല്ലേ കൂടെയൊക്കെ സാധാരണ ബൈക്ക് ഓടിച്ച് കയറി പോകാൻ പറ്റും. നമുക്കെന്തായാലും അതിൻ്റെ ഒരു ഭാഗ്യം കിട്ടിയില്ല. നടന്നു പോകേണ്ടി വരും. ഇപ്പം തന്നെ തളർന്ന് അയ്യോ തുടങ്ങിയില്ല. കണ്ട, ഇത്രയും ഹൈറ്റ് നമ്മളിപ്പോൾ കയറി കഴിഞ്ഞു. അവന്മാർ എന്നെയും കളഞ്ഞിട്ട് ഓടി. അവന്മാർ ഏറ്റവും ഫ്രണ്ടിൽ നിൽക്കുകയാണ്. ആക്ച്വലി ഇന്നത്തെ വീഡിയോയ്ക്ക് ഒരു ചെറിയൊരു സ്റ്റോറി ഉണ്ട്. സ്റ്റോറി എന്താണെന്ന് വെച്ചാൽ നമ്മൾ ടോപ്പിലെത്തിയിട്ട് പറയാം. നമ്മളിപ്പോൾ ഈ കാണുന്നതാണ് ആയിരവല്ലി പാറ ക്ഷേത്രം. വൈകുന്നേരമൊക്കെ ആയിട്ട് നല്ല രസമാണ്. ഇവിടുത്തെ ഉത്സവം നൈസാണ്. താഴെ റോഡിൽ കൂടെ കുറേ എഴുന്നള്ളിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല രസമാണ് ഇവിടുത്തെ ഉത്സവങ്ങളൊക്കെ കാണാം. കൊച്ചിയിലെ നമ്മൾ ഒരുപാട് പ്രാവശ്യം ഇവിടുത്തെ ഉത്സവം കാണാൻ വന്നിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഒരിക്കലും ഈ പാറപ്പുറത്ത് ഇതുവരെ ഇത്രയും നാളായിട്ടും കയറിയിട്ടില്ല. താഴെ നിന്ന് മാത്രമേ ഉത്സവം കണ്ടിട്ടുള്ളൂ. ഇപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഈ ഒരു പാറ എക്സ്പ്ലോർ ചെയ്യുന്നത്. അതുപോലെ കണ്ട ഈ അമ്പലം കഴിഞ്ഞാൽ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഇവിടെ ഒരു ചെറിയൊരു ഓഡിറ്റോറിയം കാണാൻ കഴിയും. അപ്പോൾ ഇത്രയും ഒരു ഹൈറ്റിൽ ഓഡിറ്റോറിയമൊക്കെ നല്ലൊരു വ്യൂ ആയിരിക്കും. അത്യാവശ്യം നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും കിട്ടുന്നത്. ഇവിടെ അടുത്തുള്ളവരൊക്കെ എന്തായാലും വന്ന് എക്സ്പ്ലോർ ചെയ്യണം. അങ്ങനെ നമ്മൾ ഏകദേശം ഒരു 500 മീറ്റർ കവർ ചെയ്തിട്ടുണ്ട്. ഇനിയും ഇവിടെ നിന്ന് കുറച്ചൊരു 1 കിലോമീറ്ററോളം നടക്കാനുണ്ട്. അത്യാവശ്യം നല്ല പാട് തന്നെയാണ് ഇതിലേക്ക് നടന്ന് കയറാൻ. സൺസെറ്റ് ക്യാപ്ചർ ചെയ്യാൻ വന്ന് അവസാനം സൺസെറ്റ് കിട്ടാതെ പോകുന്നുള്ള ഒരു പേടിയാണുള്ളത്. ഏഴ്സിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കണ്ടോ, ഹെവി അല്ലേ? ഷൈനെ നോക്കിയടാ, നൈസ് തന്നെ അല്ലേ അതൊക്കെ? മുകളിലുകൊണ്ട് അവിടെ അജ്മലാളിയെ നിൽക്കുകയാണ്. അപ്പോൾ അവന് നല്ല ഇതാണ്, പവറാണ് കേട്ടോ. ചെറുക്ക എല്ലാവരും ഓടി അങ്ങ് കയറിക്കോളും. ആക്ച്വലി എനിക്ക് ഫുൾ എക്സ്പ്ലോർ ചെയ്ത് വീഡിയോ പിടിച്ചുകൊണ്ട് കയറണമെന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇത്ര ഞാൻ പ്രതീക്ഷിച്ചില്ല. ഞാൻ വെച്ചൊരു ചെറിയൊരു പാറ ആയിരിക്കും എന്നാണ് പ്രതീക്ഷിച്ചത്. ഇവിടെ വന്നപ്പോഴാണ് അറിഞ്ഞത് കുറേ കയറമുണ്ട്. ഗൈസ്, അങ്ങനെ നമ്മൾ പാറയുടെ ടോപ്പിലെത്തിയിട്ടുണ്ട്. ഞാൻ താഴെ വെച്ച് പറഞ്ഞാൽ ഒരു സ്റ്റോറിയുടെ ബേസിലാണ് നമ്മൾ കയറി വന്നതെന്ന്. ആ സ്റ്റോറി എന്താണെന്ന് വെച്ചാൽ പ്രത്യേകിച്ചൊന്നുമില്ല. ജസ്റ്റ് ഞാനൊരു സൺസെറ്റ് ഒരു ദിവസം ക്യാപ്ചർ ചെയ്തായിരുന്നു. ആ ഒരു ഷോട്ട് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഓക്കെ,
ഈ ഒരു ഷോട്ട് ഞാൻ വാട്സാപ്പിൽ സ്റ്റാറ്റസ് ആക്കിയായിരുന്നു. സ്റ്റാറ്റസ് ആക്കിയപ്പോഴത്തേക്ക് നമ്മളെ മുടിയൻ മച്ചാൻ പറഞ്ഞ് ഇതിൽ നിന്നൊക്കെ സെറ്റായിട്ട് സൺസെറ്റ് ഇടുന്ന ഒരു പ്ലേസ് ഇവിടെ അടുത്ത് തന്നെ ഉണ്ട്. അങ്ങനെയാണ് അപ്പോൾ ആയിരവല്ലി പാറ സജസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇവിടെ സൺസെറ്റ് പിടിക്കാനായിട്ട് വന്നതാണ്. സണ്ണൊക്കെ പോയി, പക്ഷേ നല്ലൊരു ആംബിയൻസ് ആണ്. കണ്ട ഇപ്പോൾ ഏകദേശം സമയം 6:30 മണിയായി, എന്നിട്ടും നല്ലൊരു ആംബിയൻസ് ആണ് കിട്ടുന്നത്. പൊളിയല്ലേ മച്ചാ? അങ്ങനെ ഫോട്ടോ എടുക്കാൻ വേണ്ടി പാറപ്പുറത്ത് കയറി കുത്തിയിരിക്കുകയാണ് ഗൈസ്. എണിച്ചില്ല കണ്ട ഇവിടുത്തെ ഒരു വ്യൂ കണ്ട, ഫോട്ടോ എടുക്കാനൊക്കെ നൈസ് ആംബിയൻസ് ആണ്. ഒരു പോസ് ഇട്ടേടാ, ഒരു പോസ് ഇട്ടേ. നല്ല എന്തോന്നാണ് ഒരു കോട്ട് കൊണ്ട് 2 പേരും ഉണ്ട്. എന്തോന്ന് കാണിക്കണ്ടാ? 10 ദിവസത്തേക്കുള്ള സാധനം കൊണ്ടാണ് വന്നത്. നീയൊക്കെ പാറപ്പുറത്ത് കയറിയത് തുണി മാറ്റണ കണ്ട ലോകം മുഴുവൻ കാണുകയാണ്. എനിക്ക് എന്തായാലും ലൊക്കേഷൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. നമുക്ക് ഒരു ദിവസം കൂടെ ഇവിടെ വന്ന് ഫുള്ള് അത് ഇച്ചിരി രാവിലെ ഇറങ്ങണം. രാവിലെ ഇറങ്ങിയിട്ട് ഫുള്ള് ഈ ഏരിയ കംപ്ലീറ്റ് ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് കാണിച്ചു തരാം. പക്ഷേ കളറൊക്കെ പോയി, നല്ലൊരു ആംബിയൻസ് ആയിരുന്നു ഇവിടെയൊക്കെ. താഴെ കൂടെ കണ്ട കാണുന്നത് റോഡാണ്, മെയിൻ റോഡാണ്. അതിലെ വണ്ടികൾ പോകുന്നതാണ് നമ്മൾ ഈ കാണുന്നത്. കണ്ട അവിടെ ഇടയ്ക്കൊരു വെട്ടം, ഇത്രയും ഒരു വ്യൂവിലാണ് നമ്മളിതൊന്ന് കാണുന്നത്. നമുക്കൊരു ദിവസമേ രാവിലെ വന്നിട്ടേ സൺറൈസ് പിടിക്കാം. ഷായൻ നിൻ്റെ ബാക്കിൽ മഞ്ഞിറങ്ങണുണ്ടാ? ഓണ്ട നേരെ നോക്കിയാണ് വെളുവിള കിടക്കണുണ്ടാ അതിൻ്റെ ഇടയിൽ. ഹെവി തന്നെ അത്. ഇവിടെ നിന്ന് പോകാൻ തോന്നണില്ലടാ. അന്ന് ഞാൻ എൻ്റെ കൂട്ടുകാരന്മാരെ കൊണ്ടുവന്ന് ഇവിടെ കയറി നിന്നത് മഴ പെയ്ത്, പിന്നെ ഇവിടെ നിന്ന് മൊത്തം അത് വേറെ എവിടെ കയറിയിരിക്കാനാണ്? മഴ പെയ്താൽ നനഞ്ഞേ പറ്റുള്ളൂ. കാര്യം ഈ ചുറ്റിനും കാണുന്ന ഫുള്ള് പാറ തന്നെയാണ്. ഈ കാണുന്ന എല്ലാം പാറയാണ്. പാറ അവിടെ കണ്ട മഞ്ഞിറങ്ങി കിടക്കണം. ഇതൊക്കെ വീഡിയോയിൽ കിട്ടുമെന്ന് പറഞ്ഞു. അതായത് ഞാനിപ്പം കാണിക്കുന്ന ആ ഭാഗത്തൊക്കെ മഞ്ഞിറങ്ങി കിടക്കണം. ഇതൊക്കെ ഇവിടെ നോക്കിയാൽ താഴെ ഓരോ ചെറിയ വെട്ടങ്ങളൊക്കെ കാണാം. നല്ല രസമുണ്ട് കാണാൻ. പിന്നെയും അല്ല ഇതിപ്പോൾ ക്യാമറയിലായതുകൊണ്ട് കിട്ടാത്തതാണ്. താഴെ ഇപ്പം നല്ല കുച്ചിരുട്ടായി കാണും, പക്ഷേ അതിൻ്റെ ടോപ്പിലായതുകൊണ്ടാണ് വലിയ ഇരുട്ടൊന്നും വീണിട്ടില്ല ഇവിടെ. ഇപ്പോൾ 7:30 അല്ല 7:30 ആയിട്ടുണ്ട് ഇപ്പോൾ ഏകദേശം. ഇത് കണ്ട സൂര്യ അസ്തമിച്ച് ചന്ദ്രനും വന്നു. ഇനിയിപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇനി എന്തായാലും ഇറങ്ങണ കാര്യം ഒരുപാട് ഇനി താഴോട്ട് ഇറങ്ങാൻ വേണ്ടി ഇപ്പം തന്നെ വെട്ടമൊന്നുമില്ല. ഈ ക്യാമറ കാണുമ്പോൾ തന്നെ അറിയാം വെട്ടമില്ലാതെ. ഇനി ഫ്ലാഷൊക്കെ കത്തിച്ച് വേണം ഇറങ്ങാൻ. എടാ ഫ്ലാഷ് കത്തിച്ചേ, കാണാൻ വയ്യ. ഷായനെ ഫ്ലാഷ് കത്തിച്ചേ. ഗേസ് അങ്ങനെ നമ്മൾ താഴോട്ട് ഇറങ്ങിയാണ്. ഇപ്പോൾ വെട്ടം നല്ലപോലെ ഇരുട്ടിയിട്ടുണ്ട്. ഫ്ലാഷ് കത്തിച്ചാണ് ഇറങ്ങുന്നത്. ഫോണിൻ്റെ ചാർജ് കയറുന്ന പണി കിട്ടും. അതുകൊണ്ട് വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. പെട്ടെന്ന് തീർക്കേണ്ട ഒരു അവസ്ഥയാണ് വന്നത്. എന്തായാലും പേടിക്കണ്ട, നമ്മൾ ഒരു ദിവസം കൂടെ ഇവിടെ വരും. വന്ന് എക്സ്പ്ലോർ ചെയ്ത് ഡീറ്റെയിൽഡ് ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അയ്യോ അവസ്ഥ, രാത്രി ഓഫ് റോഡ് വല്ലാത്ത അവസ്ഥ തന്നെ കേസ്.